ചന്ദ്രനിൽ പോയാലും അവിടെ ഒരു മലയാളിയുടെ ചായക്കടയെങ്കിലും കാണുമെന്ന് തമാശയായി നമ്മൾ പറയാറില്ലേ. ലോകത്തിന്റെ ഓരോ കോണിലും ചെന്നെത്തിയിട്ടും ഇതുവരെ ഭൂമി വിട്ടു പോകാൻ മലയാളിക്ക് ആയിട്ടില്ല. പക്ഷേ ആ കഥയൊക്കെ ഇനി മാറാൻ പോവുകയാണ്. അതെ, ചന്ദ്രനിലേക്ക് എത്തിയെങ്കിലും ഒരു മലയാളി ഇതാ ശൂന്യാകാശത്തെ സ്പർശിക്കാൻ പോവുകയാണ്. അതും കുറച്ചു ദിവസങ്ങളിലേക്കല്ല, ഏകദേശം 8 മാസത്തോളം നീളുന്ന ദൗത്യമാണത്. മനുഷ്യരാശിയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന നിർണായക പരീക്ഷണങ്ങളുമായി നാസയുടെ ആസ്ട്രോനറ്റ് ഡോക്ടർ അനിൽ മേനോൻ ജൂലൈ 14 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. ഒറ്റപ്പാലത്തിന്റെ വേരുകളുള്ള ഈ മലയാളി ശാസ്ത്രലോകത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു അഭിമാന അധ്യായം കൂടി എഴുതാൻ ഒരുങ്ങുകയാണ്. കസഖസ്ഥാനിലെ ബൈക്കണൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 സ്പേസ് ക്രാഫ്റ്റിലാണ് അദ്ദേഹം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പറക്കുന്നത്. ഏകദേശം 240 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കന്നി ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം 2027 അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചെത്തുക. റോസ്കോസ്മോസ് ആസ്ട്രോനോട്ടുകളായ പ്യാദ്രോ ദുറോവെ, അന്ന കിക്കിന എന്നിവരാണ് ഈ ദൗത്യത്തിന്റെ അദ്ദേഹത്തിന്റെ സഹയാത്രികർ. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സൈനികം എന്നീ മേഖലകളിൽ മുദ്ര പതിപ്പിച്ച 49കാരനായ ഡോക്ടർ അനിലിന്റെ കരിയറിൽ ഏറ്റവും നിർണായകമാണ് ഈ യാത്ര. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയും എമർജൻസി മെഡിസിൻ ഡോക്ടറും US സ്പേസ് ഫോഴ്സ് കേണലുമാണ് 49കാരനായ അനിൽ മേനോൻ. അനിൽ മേനോന്റെ വേരുകൾ ഇന്ത്യക്ക് മാത്രമല്ല യുക്രൈനും അവകാശപ്പെട്ടതാണ്. ഒറ്റപ്പാലം സ്വദേശിയാണ് അനിൽ മേനോന്റെ അച്ഛൻ ശങ്കരൻ മേനോൻ. പഠനത്തിനായിട്ട് US-ലെത്തിയ അദ്ദേഹം പിന്നീട് യുക്രൈൻ സ്വദേശിനിയായ എലിസബത്ത് സൊമാലിങ്കോയെ വിവാഹം കഴിച്ചു. US-ലെ മിനിയാപോളിസിലാണ് അനിൽ മേനോന്റെ ജനനം. വൈസ്രോയുടെ കൗൺസിൽ അംഗവും കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനുമായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർ ഇദ്ദേഹത്തിന്റെ പൂർവികനായിരുന്നു എന്നൊരു അപൂർവതയുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അസാധ്യ മികവ് പുലർത്തിയ അദ്ദേഹം 1995 ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ന്യൂറോബയോളജിയിൽ ബാച്ചിലേഴ്സ് ബിരുദം നേടി. തുടർന്ന് സ്റ്റാൻഫോർഡിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഓഫ് സയൻസും സ്റ്റാൻഫോർഡ് മെഡിക്കൽ സ്കൂളിൽ നിന്ന് 2006 ഡോക്ടേഴ്സ് ഓഫ് എഡിസിൻ ബിരുദവും സ്വന്തമാക്കി. പഠനകാലത്ത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഹണ്ടിങ്ടൺ ഡിസീസിനെ കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തിയിരുന്നു. പിന്നീട് എമർജൻസി മെഡിസിനിലും എയ്റോസ്പേസ് മെഡിസിനിലും റെസിഡൻസിയും പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ ഭാര്യ വിൽഹോം എന്ന അന്ന മേനോനും ബഹിരാകാശ സഞ്ചാരിയാണ്. അവർ 2024 സെപ്റ്റംബറിൽ സ്പേസ് എക്സ് പോളാറിസ് ഡോൺ സ്വകാര്യ ദൗത്യത്തിന്റെ ഭാഗമായി ഏകദേശം 5 ദിവസം ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചിരുന്നു. ഇവർക്ക് 2 മക്കളാണുള്ളത്. തുടർ പഠന സമയത്ത് റോട്ടറി അംബാസിഡർ സ്കോളറായി 1 വർഷം ഇന്ത്യയിൽ താമസിച്ച് പോളിയോ വാക്സിനേഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ചരിത്രവും അനിൽ മേനോനുണ്ട്. വൈദ്യശാസ്ത്രം, പ്രതിരോധ മേഖല, മനുഷ്യ ബഹിരാകാശ യാത്ര എന്നിവയിൽ അദ്ദേഹം കരിയർ കെട്ടിപ്പടുത്തു. US എയർഫോഴ്സിൽ ലഫ്റ്റനന്റ് കേണലായും നിലവിൽ US സ്പേസ് ഫോഴ്സ് കേണലായും സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻ എഡ്യൂക്കേറ്റിംഗ് ഫ്രീഡം യുദ്ധമുന്നണിയിലും പങ്കാളിയായിട്ടുണ്ട്. ഇതിനു പുറമെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിലെ ക്ലൈംബർമാരെ സഹായിക്കുന്ന ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷനിലും അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് 2014 ഫ്ലൈറ്റ് സർജനായി നാസയിൽ ചേർന്ന അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. തുടർന്ന് 2018 ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിലേക്ക് മാറി. കമ്പനിയുടെ മെഡിക്കൽ പ്രോഗ്രാം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. സ്പേസ് എക്സിനെ ആദ്യത്തെ മനുഷ്യസഹിത ബഹിരാകാശ ദൗത്യങ്ങൾക്കായി തയ്യാറെടുക്കുന്നതിനും അദ്ദേഹം പിന്തുണ നൽകിയിട്ടുണ്ട്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഭാവി ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഹെവി ലിഫ്റ്റ് ലോഞ്ച് സംവിധാനമായ സ്റ്റാർഷിപ്പിന്റെ വികസനത്തിന് പിന്നിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. മസ്കിന്റെ സ്പേസ് എക്സിൽ കമ്പനിയുടെ ആദ്യത്തെ മെഡിക്കൽ പ്രോഗ്രാം ആരംഭിച്ച അദ്ദേഹം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ആദ്യ ദൗത്യങ്ങളുടെ ഭാഗമാകുകയും ചെയ്തു. ചന്ദ്ര, ചൊവ്വ ദൗത്യങ്ങൾക്കായി വികസിപ്പിക്കുന്ന സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ നിർമ്മാണത്തിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് 2021 ഡിസംബറിലാണ് നാസയുടെ ആസ്ട്രോനറ്റ് കാൻഡിഡേറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് 2 വർഷത്തെ കഠിനമായ ആസ്ട്രോനറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാം 2024 ജനുവരിയിൽ പൂർത്തിയാക്കി. മാനവരാശിയെ തന്നെ മാറ്റിക്കുറിക്കാവുന്ന വലിയ ദൗത്യങ്ങളാണ് അനിൽ മേനോന്റെ മുന്നിലുള്ളത്. ഭാവിയിലെ ഡീപ് സ്പേസ് ദൗത്യങ്ങൾക്ക് മുന്നോടിയായി അതീവ നിർണായകമായ ഗവേഷണങ്ങളാണ് ബഹിരാകാശ നിലയത്തിൽ ഈ സംഘം നടത്തുക. ദീർഘകാല ബഹിരാകാശ യാത്രകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ മേനോൻ വിവിധ പരീക്ഷണങ്ങൾ ഉണ്ടാക്കും. മൈക്രോഗ്രാവിറ്റിയിൽ രക്തയോട്ടം, നാഡീവ്യൂഹങ്ങളുടെ ഘടന, രക്തത്തിലെ ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പഠനം നടക്കുക. ബഹിരാകാശ നിലയത്തിലെ കുടിവെള്ള സംവിധാനം ഉപയോഗിച്ച് IV ഫ്ലൂയിഡുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കലാണ് അടുത്ത പരീക്ഷണം. ദീർഘദൂര ബഹിരാകാശ ദൗത്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വളരെ നിർണായകമായി മാറിയേക്കാം. ഒപ്പം ഓഗ്മെന്റഡ് റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ചുള്ള
അൾട്രാസൗണ്ട് പരിശോധനകളും മേനോൻ നടത്തും. ഭാവിയിലെ ദീർഘകാല ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നുള്ള മെഡിക്കൽ സഹായത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. സൂപ്പർ കമ്പ്യൂട്ടറുകൾ, AI, ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ ബഹിരാകാശത്ത് വെച്ച് നിർമ്മിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്കും അദ്ദേഹം അടങ്ങുന്ന ടീം നേതൃത്വം നൽകും.